ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അച്ചായത്തീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് മൂന്നാറിലെ വട്ടവടയിലെ ജീപ്പ് സവാരിയുടെ കാഴ്ചകളാണ്. പിന്നെ മൂന്നാറിലെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ ഒത്തില്ല, അതിന് സമയം കിട്ടിയില്ല. വേറെ പ്രോഗ്രാംസൊക്കെ വന്നതിനാൽ നമുക്ക് ഒത്തിരി ഡിലേ ആയിപ്പോയി ബാക്കി ഭാഗങ്ങളിടാൻ. ഒരു വീഡിയോ നമ്മൾ എടുത്ത് ഷൂട്ട് ചെയ്തു, അതിനുശേഷം നമ്മളത് എഡിറ്റ് ചെയ്തു, വോയിസ് കൊടുത്തു. എന്ത് പാടുപെട്ട ഒരു വീഡിയോ ഇടുന്നതിന് വ്യൂസ് കിട്ടിയില്ല. പിന്നെ എന്താ, നിങ്ങൾ ഓരോരുത്തരുടെയും സഹകരണം വേണം നമ്മുടെ ചാനൽ മുമ്പോട്ട് പോകാൻ. അതുകൊണ്ട് എല്ലാവരും അച്ചായത്തീസ് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ യൂട്യൂബ് ഉള്ളവർക്കൊക്കെ അറിയാം ഒരു വീഡിയോയുടെ പിന്നിൽ എന്തുമാത്രം എഫേർട്ട് ഉണ്ടെന്നും. അത് നമ്മളൊരു വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളതിന് പിന്നിൽ പാടുപെട്ടായിരിക്കും. അതുകൊണ്ട് ഈ പാടുപെടുന്നവർക്കൊക്കെ ഒരു ലൈക്കും കമൻറ്റും അതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണ്ടേ നമ്മുടെ യൂട്യൂബ് ചാനൽ മുമ്പോട്ട് പോകാൻ. ആ കാണുന്ന മലയ്ക്ക് ബാക്കിലായിട്ടാണ് കാന്തല്ലൂർ ടൗൺ. ഈ കാണുന്നതൊക്കെ ആദിവാസികളുടെ വീടുകളൊക്കെയാണ് ഇതിനകത്തൊക്കെ ഉള്ളത്. പിന്നെ മനസ്സിനെ കുളിരണിയിക്കുന്ന കാഴ്ചകളാണ് വട്ടവടയിലെ കാഴ്ചകൾ. നല്ല സീനറി ആയിരുന്നു, അതുപോലെ തന്നെ നല്ല ക്ലൈമറ്റും ഒക്കെ ആയിരുന്നു. ഞങ്ങൾ പോയ സമയത്ത് നല്ല തണുപ്പുണ്ടെന്നാലും നമുക്ക് സഹിക്കാവുന്ന തണുപ്പൊക്കെ ഉള്ളായിരുന്നു. അടിപൊളിയായിരുന്നു. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പഴന്തോട്ടം വ്യൂ പോയിന്റിലേക്കാണ്. അടിപൊളി സീനറി അല്ലേ, കണ്ടോ? നല്ല രസമുണ്ട്. എന്ത് രസമാണെന്ന് നോക്കി കാണാൻ. ഇവിടെ കണ്ട നല്ല ഇഷ്ടം പോലെ വീടുകളുണ്ട് ഇവിടെ. അതുപോലെ തന്നെ നല്ല പ്രകൃതി ഭംഗിയുള്ളൊരു സ്ഥലം. ഈ കാണുന്നതാണ് പഴന്തോട്ടം വ്യൂ പോയിന്റ്. നമ്മളിപ്പോൾ പഴന്തോട്ടം വ്യൂ പോയിന്റിലാണ്, കണ്ടോ? കണ്ടില്ലേ, ഒരു രക്ഷയില്ല. എന്തൊരു സീനറിയാന്ന് നോക്കി, എന്ത് ഭംഗിയുള്ള സ്ഥലമാണ് വട്ടവട. ആദിവാസികൾ താമസിക്കുന്ന വീടുകളാണ് ഈ കാണുന്നത്. ഈ കാണുന്ന എല്ലാം അവരുടെ കൃഷിയിടങ്ങളാണ്, കണ്ടോ? എന്ത് ഭംഗിയാന്ന് നോക്കി കാണാൻ.
ഇവിടെ ഈ കാണുന്നതൊക്കെ സ്ട്രോബെറി തോട്ടമാണ്. പക്ഷേ ഇപ്പം അധികം സീസൺ അല്ലാത്തതുകൊണ്ട് അധികം സ്ട്രോബെറി ഒന്നും നമുക്ക് കാണാനൊത്തില്ല. നമ്മൾ ഒരു അമ്പലത്തിൻ്റെ സൈഡിൽ കൂടിയാണ് യാത്ര ചെയ്തത്. ഈ കാണുന്നത് ക്യാമ്പ് നോയൽ റിസോർട്ടാണ്. നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യണം. ലോട്ടറി എടുത്തിട്ടുണ്ട്. അടിക്കുവാണെങ്കിൽ ഞങ്ങൾ അടുത്ത പ്രാവശ്യം ഇവിടെയാണ് സ്റ്റേ. കാണുന്ന കാബേജ് കൃഷി ചെയ്തിരിക്കുന്നതാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ണൻദേവൻ്റെ തേയിലത്തോട്ടമാണ്. എന്ത് ഭംഗിയുള്ളൊരു കാഴ്ചയാണെന്ന് നോക്കിക്കേ. തേയിലത്തോട്ടത്തിൻ്റെ നടുവിലൂടെയുള്ള നടപ്പ് അടിപൊളിയല്ലേ. എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചയാണ് തേയിലത്തോട്ടത്തിൻ്റെ ഭംഗി. നല്ല പച്ച പരവതാനി വിരിച്ചിരിക്കുന്നത് പോലെ നല്ല ഭംഗിയുള്ള കാഴ്ച. നമുക്ക് ഇതുവഴി പോയാൽ നമുക്ക് ടോക്കേഷ് എത്താതെ തന്നെ മൂന്നാർ ചെല്ലാം. റോഡിലാണ് നല്ല പ്ലേസിലാണ്. നമ്മളവിടെ ഗവൺമെൻറ് കയറാറുണ്ട്. കണ്ണൻദേവൻ തേയിലത്തോട്ടത്തിലാണ് നമ്മളിപ്പോൾ. കണ്ണൻദേവന്റെ മലനിരയിൽ കൂടെ സ്റ്റാറ്റീസും മക്കളും. വട്ടവട ഒരു കാർഷിക ഗ്രാമമായതുകൊണ്ടില്ലേ, തട്ടുതട്ടായിട്ടുള്ള ഭൂമിയാണ്. കണ്ടോ, അടുത്തതായി നമ്മൾ പോകുന്നത് വട്ടവടയിലെ സിൽവർ വാട്ടർഫോൾസ് കാണാനാണ്. അങ്ങോട്ടേക്ക് പോകുന്ന വഴി ഇച്ചിരി ദുർഘടം പിടിച്ച വഴിയാണ്. നമ്മൾ സൂക്ഷിച്ച് വേണം അങ്ങോട്ട് പോകാൻ.
ഇവിടുന്ന് ഇങ്ങനെ കുത്തനെയുള്ള ഇറക്കമാണ്. നമ്മൾ സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ എപ്പം വീണെന്ന് ചോദിച്ചാൽ മതി. അതുപോലത്തെയാണ് അങ്ങോട്ടുള്ള വഴി. ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ട് എത്തുന്നതിന് ഈ ചെറിയ വഴിയിൽ കൂടെ ഒരു സൈഡിൽ കൊക്കയും ഈ ചെറിയ ഈ കല്ല് കെട്ടിയതിലേ കൂടെ വേണം നമ്മൾ സൂക്ഷിച്ച് വേണം നടന്നു പോകാൻ. അല്ലെങ്കിൽ വെള്ളത്തിൽ പോവും, അല്ലെങ്കിൽ കൊക്കയിൽ പോവും. ഏതായാലും വട്ടവടയിൽ വന്നിട്ട് സിൽവർ വാട്ടർഫോൾസ് കാണാതെ എങ്ങനെയാണ് പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് അങ്ങനെ വട്ടവടയിലെ സിൽവർ വാട്ടർഫോൾസ് എത്തിച്ചേർന്നിരിക്കുകയാണ്. അങ്ങനെ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ പെട്ട് നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അടിപൊളി വെള്ളച്ചാട്ടമാണ്. നല്ല രസമുണ്ട് വെള്ളച്ചാട്ടം. അതിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം. കുളിക്കേണ്ടവർക്കൊക്കെ ആണെങ്കിൽ ആ സൈഡിൽ നിന്ന് വേണേൽ കുളിക്കാം. പിന്നെ വട്ടവടയിൽ വരുന്നവർ ആരും ഈ വെള്ളച്ചാട്ടം മിസ് ചെയ്യരുത്. വട്ടവടയിലെ കാഴ്ചകൾ ഇനിയുമുണ്ട്, അടുത്ത എപ്പിസോഡിൽ കാണാം. ഇത് ഒരുപാട് ലെങ്തി ആയി പോകും വീഡിയോ, അതുകൊണ്ടാണ് നമ്മൾ മൊത്തം ഇതിനകത്ത് ആഡ് ചെയ്യാത്തത്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അടുത്ത കാഴ്ചകളിലേക്ക് ഞങ്ങൾ പോവുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി കാണാം. ഓക്കെ, ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്. സ്വന്തമായിട്ട് ട്യൂൺ റെഡിയാക്കുവാണ്. ഈ ട്യൂൺ എൻ്റെ സ്വന്തം ട്യൂണാണ്, അതുകൊണ്ട് കോപ്പിറൈറ്റ് വരരുത്. ഇതിനു മുമ്പ് ഇട്ട വീഡിയോയ്ക്കൊക്കെ കോപ്പിറൈറ്റ് വന്ന നാമത്തിൽ ഞാൻ ആ ട്യൂണെല്ലാം മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് എൻ്റെ സ്വന്തം ട്യൂണാണ്, ഇതിന് കോപ്പിറൈറ്റ് വരുത്തരുത്. ഇതെൻ്റെ മോൻ്റെ പിയാനോ എടുത്ത് വെച്ച് ഞാൻ ചുമ്മാ ഒരു ട്യൂൺ ഇടുന്നതാണ്.